1000 മാസം പകൽ മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും രാത്രി മുഴുവൻ ആരാധനയും നിർവഹിച്ചിരുന്ന ബനു ഇസ്രായേലിൽപ്പെട്ട ശമയിൽ എന്ന ഒരാളെ കുറിച്ച് നബി തങ്ങൾ വിവരിച്ചപ്പോൾ സ്വഹാബാക്കൾ ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ നന്മകൾ എത്ര തുച്ഛമാണെന്ന് സങ്കടപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്ന സൂറത്തുൽ ഖദർ അള്ളാഹു ഇറക്കുന്നത്. പൂർവ്വ സമുദായങ്ങൾക്കെല്ലാം ദീർഘായുസ് ഉണ്ടായിരുന്നത് കൊണ്ട് ദീർഘകാലം ഇബാദത്തിൽ കഴിച്ചുകൂടാൻ സാധിച്ചിരുന്നു. ചിലർ നബിയോട് സങ്കടം പറഞ്ഞു. അവരൊക്കെ ദീർഘായുസും അതനുസരിച്ച് ആരാധന കർമ്മങ്ങളുമായി നാളെ പരലോകത്ത് വരുമ്പോൾ ആയുസ്സും ആരാധന കർമ്മങ്ങളുമൊക്കെ കുറഞ്ഞ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിയെ? സ്വഹാബാക്കളുടെ പരിഭവം കേട്ട നബിതങ്ങൾ അവരൽപ്പം നിശബ്ദരായി. അന്നേരം ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിച്ചതാണ് സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അങ്ങനെ തുടങ്ങി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണ്. അതേ, ഒരൊറ്റ രാവിലെ ഇബാദത്തിന് 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രിയിൽ ലഭിക്കുന്നത്. ഓരോ വർഷവും ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. റമദാനിൻ്റെ അവസാന 10 ഒറ്റയിട്ട രാവുകളെല്ലാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാമെന്ന് ഹദീസുകളിൽ കാണാം. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.